ഹായ്, വെൽക്കം ടു ജി സ്റ്റൈൽ വ്ലോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനിയത്തിയും ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളുടെ അമ്മയുടെ കുടുംബ അമ്പലത്തിൽ വരെ ഒന്ന് തൊഴാൻ പോകുമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ നോക്കിയപ്പം ആകാശത്ത് ഭയങ്കര മൂടിക്കെട്ടില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ അങ്ങ് ഒരുങ്ങി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ ഈ അമ്പലത്തിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കുന്ന ഒരു കടയുണ്ട്, രാഘവമലയുടെ കടയെന്ന് പറയാം. നമ്മളെ കരുനാഗപ്പള്ളി ചന്തയ്ക്കകത്താണ് ഈ കട. അപ്പോൾ ഞാനും എൻ്റെ അച്ഛനും കൂടെ നേരെ രാഘവമല കടയിലോട്ട് അങ്ങ് ചെന്ന് കേട്ടോ. കടയിലോട്ട് ചെന്നിട്ട് അവിടെ നമ്മുടെ സ്ഥിരമായിട്ട് തരുന്നൊരു ചേട്ടനൊക്കെ ഉണ്ട്. ചേട്ടനെ കണ്ടു. അപ്പോൾ എണ്ണ ആദ്യം പറഞ്ഞു, എണ്ണ ചുവരത്തില്ല. അപ്പോൾ ചേട്ടൻ എടുക്കാൻ അച്ഛൻ കയറി അങ്ങ് എടുത്ത് സാധനങ്ങൾ, അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ച് കാറിലാക്കി നേരെ കൊല്ലത്തേക്ക് തിരിച്ചു കേട്ടോ. നമ്മുടെ അമ്പലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലം അഞ്ചാലുംമൂട്ടിലാണ് നമ്മുടെ അമ്മയുടെ കുടുംബ അമ്പലം. പോകുന്ന വഴിയൊക്കെ പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. പോകുന്ന വഴി ഞങ്ങൾ ഫ്യൂലൊക്കെ റീഫിൽ ചെയ്തിട്ട് അങ്ങനെ ഒരു 5-5:30 ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തി നേരെ കാറിൽ നിന്ന് ഞങ്ങൾ മേടിച്ച എണ്ണയും സാധനങ്ങളൊക്കെ എടുത്തകത്ത് എന്നപ്പോൾ അമ്പലം തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവിടെയുള്ള ഒരു അമ്മൂമ്മ ചോദിച്ചപ്പോൾ 6 മണിയാകുമ്പോൾ ശാന്തി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ശാന്തി വന്ന് പൂജയ്ക്ക് കയറിയപ്പോഴത്തേക്കും ഞങ്ങൾ തൊഴുതിട്ട് അപ്പുറത്തൊരു അമ്പലക്കുളമൊക്കെ ഉണ്ടായിരുന്നു. അമ്പലക്കുളത്തിൽ മീനെ കണ്ട് ശാന്തി പൂജിച്ച് അർച്ചന നടത്തി എല്ലാ പ്രസാദം കൊടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ പിന്നെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു അമ്പലവും കൂടെ ഉണ്ട്. നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള പുതിയ ക്ഷേത്രം എന്ന് പറയും. ഞങ്ങൾ മിക്കവാറും കയറുന്ന ഒരു ക്ഷേത്രമാണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ പോയി അമ്മയും അനിയത്തിയും കുറച്ച് അർച്ചനയൊക്കെ നടത്താനുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ നടത്തി. അപ്പോൾ ഞങ്ങളെല്ലാം തൊഴുത് ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ ഒരു പ്രസാദമുണ്ട് കേട്ടോ, ഒരു പയറൊക്കെ ഇട്ട് ഓരോ ദിവസം ഓരോ പ്രത്യേക രീതിയിലുള്ള കേട്ടോ. പക്ഷേ നിങ്ങളങ്ങ് കഴിച്ചു, അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. ഞങ്ങളതിൻ്റെ ആ അമ്പലത്തിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ഉടുപ്പി റെസ്റ്റോറൻറ്റ്, അപ്പോൾ ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയാണ്. നല്ല ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് അവിടുത്തെ ഫുഡൊക്കെ. ഞങ്ങൾ നേരെ തിരിച്ച് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് കരുനാഗപ്പള്ളി എത്തിക്കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കും അനിയത്തിക്ക് ഇച്ചിരി പർച്ചേസിങ് ബാക്കിയുണ്ട്. നമ്മൾ റിലയൻസ് സ്മാർട്ട് ബസാറിൽ കയറി. അപ്പോൾ അവളെന്തോ മേക്കപ്പ് ഐറ്റംസ് എല്ലാം മേടിച്ച് കുറച്ച് ഞങ്ങൾ ബാറ്ററി, പിന്നെ അവളിപ്പോൾ ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് കുറച്ച് ഡയറ്റിങ്ങിലൊക്കെ, അപ്പം അതിനുവേണ്ടി കുറച്ച് ഓട്സും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഒരു യോഗട്ടും ഒരു കർഡും എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള 2 സാധനങ്ങൾ, അങ്ങനെ അതൊക്കെ ഞങ്ങൾ ബില്ല് ചെയ്ത് ഇറങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ നോക്കിയപ്പോൾ ഒരു ആമ, സാധാരണ മഴ സമയത്ത് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ.